അതെ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എനിക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായല്ലോ. ഞാനേ ഒരു കുഴിമന്തി ഉണ്ടാക്കിയായിരുന്നേ. കുഴിയെടുക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല, പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കി, സക്സസ്സായി. അപ്പോൾ എല്ലാവരും ആയോ? എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റൈലിലോട്ടൊന്ന് പോവാണേ. 1 കിലോ മന്തി റൈസിന് ഞാൻ 2 കിലോ ചിക്കൻ മേടിച്ചായിരുന്നേ. കാണാൻ തെറ്റില്ലാത്ത 7 പീസാക്കി മന്തി മസാല ചേർത്ത് ഉപ്പ് ചേർത്ത് അവനെ അങ്ങോട്ട് മാറ്റി വെച്ചു. 2 സവാള, 1 ക്യാപ്സിക്കൻ അതുകൂടെ കുനുകുന അരിഞ്ഞ് മസാല ചേർത്ത് വെച്ച ചിക്കൻ എടുത്തോട്ട് മാറ്റി വെച്ചു. 1 കിലോ മന്തി റൈസ് വേകാനായിട്ട് ഞാൻ ഏകദേശം ഒരു 4.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുപ്പിലോട്ട് തിളയ്ക്കാൻ വെച്ചു. എന്നിട്ട് അതിലോട്ട് പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഈ കറുത്ത കളറില്ല ഉണങ്ങിയ നാരങ്ങയും കൂടെ ഇട്ടു. എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഞാൻ അതിലോട്ട് ഇട്ടു. പിന്നെ മന്തി റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടെ 2 പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചാണ് ഇട്ടത്. ഇതിനോടൊപ്പം തന്നെ അതിനാവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കൻ്റെ കാര്യത്തിലോട്ട് പോവാം. അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഉരുളി ഗ്യാസേൽ വെച്ച് ഓണാക്കിയതിന് ശേഷം കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് മസാല തേച്ച് വെച്ച ചിക്കനോട് അതിൽ പറക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആ ക്യാപ്സിക്കവും സവാളയും കൂടെ അതിൽ മേലെ ഇട്ടിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചങ്ങ് വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് വേകട്ടെ. ഇതിനിടയിൽ കഴുകി വെച്ചിരുന്ന റൈസ് വേവിക്കാനായിട്ട് ഇട്ടു. വെന്തതിന് ശേഷം അതൊരു കണ്ണാപ്പ കൊണ്ട് എടുത്തു വേറൊരു പാത്രത്തിലോട്ട് വെള്ളം മുഴുവൻ വാർന്നു പോകാനായിട്ട് വെച്ചായിരുന്നേ. ഈ സമയം കൊണ്ട് തന്നെ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. അതിനുശേഷം റൈസ് ഞാനെടുത്ത് കുറേശ്ശെ ഞാൻ ഇങ്ങനെ ചുറ്റിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ആ റൈസിൻ്റെ മുകളിലോട്ട് ഞാനൊരു 4-5 പച്ചമുളക് കൊണ്ടുള്ളത് ഇതേപോലെ ഇറക്കി വെച്ചു. ഒരു ബൗളിൽ ചാർക്കോൾ എടുത്ത് പുകച്ചു. ഒരു 10-15 മിനിറ്റോളം ഞാൻ ഈ റൈസ് ഞാൻ ദം ചെയ്യാനായിട്ട് വെച്ച്. എന്നിട്ട് ഒരു ബേസിൻ എടുത്ത് ഞാൻ കുറേശ്ശെ ആ റൈസ് ആ ബേസിനിലോട്ട് മാറ്റിയായിരുന്നേ. അതിനോടൊപ്പം തന്നെ ആ ചിക്കൻ്റെ പീസെല്ലാം ഞാൻ മറ്റൊരു ബേസിലോട്ടും അത് മാറ്റി വെച്ചായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ റൈസ് വീണ്ടും എടുത്ത് ഞാൻ ആ ഉരുളയിലോട്ട് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തായിരുന്നേ. ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് കാണാതെ ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് ഈ സെറ്റ് ചെയ്ത റൈസ് കുറേശ്ശെ ഞാൻ അതിലോട്ട് ഇട്ടു. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ആ ടൊമാറ്റോ ചട്നിയും മയോണൈസും കൂടെ അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു. പിന്നെ ആ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടല്ലോ, അതുകൂടെ ആ പ്ലേറ്റിലോട്ട് അങ്ങ് സ്റ്റൈലായിട്ട് അങ്ങ് വെച്ച്. അതാണല്ലോ അതിൻ്റെ ഒരു രീതി അല്ലേ? അപ്പോൾ പിന്നെ തുടങ്ങല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ വേണേ.